നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഡിസിപ്ലിൻ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക. വർക്ക് സ്പേസിൽ കൊണ്ടുവരേണ്ട ഡിസിപ്ലിൻ ആണെങ്കിൽ അത് അങ്ങനെ ഫോളോ ചെയ്യുക. ഇമോഷണലി ഡിസിപ്ലിൻ ഒക്കെ ഉണ്ട്. സോ അതാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അത് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാന്നുള്ളതല്ല, ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, മെസ്സി ആയിട്ടുള്ള പേഴ്സണൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ. അവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പാഷൻ ഉണ്ടാവും, പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ളത്, അതായത് വരയ്ക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുള്ള. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണോ? ഓക്കെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഓഡിബിൾ അല്ലേ ഞാൻ പറയണത്? ഓഡിബിൾ എന്നൊക്കെ ഞാൻ പറയാൻ നിൽക്കുന്നില്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ആൻ ഓർഗനൈസ്ഡ് ഓർ അൺഓർഗനൈസ്ഡ് പേഴ്സൺ. ഓഫ് കോഴ്സ് എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ഓർഗനൈസ്ഡ് പേഴ്സൺ ആണോ അതൊരു അൺഓർഗനൈസ്ഡ് പേഴ്സൺ ആണോ എന്നുള്ളത്. കാര്യം എൻ്റെ വീഡിയോസിലൊക്കെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിനകത്തും ഡ്രസ്സൊക്കെ അധികവും നിലത്ത് ഇങ്ങനെ വാരി വിതറി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാം. ഇപ്പം തന്നെ ഈ ഒരു ഇവിടെ, അതായത് ഈ ഒരു ഡോറിൽ നിങ്ങൾക്കൊരു തുണി കാണാം. അതെന്താ വെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് ലോക്ക് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വൃത്തിയിൽ ടൈറ്റായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ളത്. സോ പിന്നെ ഈ റൂമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അസ്തറ്റിക് സെൻസുള്ള റൂമൊന്നുമല്ല, ലിവിങ് ഏരിയ ഒന്നുമല്ല. മറ്റുള്ള എല്ലാ വീഡിയോ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ നല്ല അടിപൊളിയായിട്ടുള്ള അസ്തറ്റിക് ടച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അല്ല എൻ്റെത് ഒരു നോർമലായിട്ടുള്ള ഒരു സാധാരണ ഒരു കുട്ടി വീഡിയോ ആണ്. സോ അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് ഇതൊക്കെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും തോന്നാറില്ലേ എന്ന് ചോദിച്ചാൽ, സത്യമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണമെന്ന്. ഒന്നാമത്തെ കാര്യം, സമയമില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. അത് അവരുടെ ഒരു പ്രയോറിറ്റി ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ പ്രയോറിറ്റി അല്ല. കാര്യം ഞാൻ തുടക്കത്തിൽ പറയട്ടെ, ഞാനൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഞാനൊരു ഓർഗനൈസ്ഡ് ഒരു പേഴ്സൺ, ഞാനൊരു മെസ്സി പേഴ്സണാണ്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിങ്ങനെ പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഭഗവാനെ എനിക്കൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ, അതായത് ഭയങ്കര അടുക്കും ചിട്ടയും ഡിസിപ്ലിനൊക്കെ ആയിട്ടുള്ള ഒരു ആളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾക്കും എനിക്കും കൂടി ഒരുമിച്ച് ലൈഫ് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ലീഡ് ചെയ്യാനായിട്ട്. എൻ്റെ അച്ഛൻ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അച്ഛന് രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ വീടും ഒക്കെ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണം. അച്ഛൻ അടിച്ചുവാരും തുടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛനിങ്ങനെ വെള്ളം വാരി വലിച്ചിടുന്ന തുണികളാണെങ്കിലും ഒന്നും ഇഷ്ടമല്ല. അച്ഛനിപ്പോൾ കടയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് നല്ല വൃത്തിയിലാണ് പോവുക. നേരെ മറിച്ച് ഞാനും അനിയനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെയൊന്നുമില്ല. എനിക്കൊക്കെ കൈ കിട്ടുന്ന ഏതെങ്കിലും ഡ്രസ്സും ടോപ്പും പാൻറ്റൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഒക്കെ എനിക്ക് ഒന്നും ഒരു ഐഡിയ ഇല്ല. അതായത് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ഹെയർ സെറ്റ് ചെയ്യണം, എങ്ങനെ ഒരുങ്ങണ്ടേന്ന് പോലുള്ളൊരു ബേസിക് ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഭയങ്കര മെസ്സിയായിട്ട് ജീവിച്ച് വളർന്നിരുന്നൊരു ആളാണ് ഞാൻ. എനിക്കൊരിക്കൽ പോലും ഇതൊക്കെ ഇങ്ങനെ വൃത്തിയിൽ കൊണ്ടു നടക്കണം, ഇങ്ങനെ വൃത്തി ചെയ്യുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് സത്യം അറിയാം, എനിക്കങ്ങനെ സന്തോഷമോ കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അടുക്കളയിൽ ഞാനെല്ലാം എൻ്റെ മൂഡ് അനുസരിച്ച്, എൻ്റെ സമയം അനുസരിച്ച് മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആദ്യം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. സോ അത് കഴിഞ്ഞ് ഞാനിവിടെ റൂമിലെത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടാകും. അപ്പം എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മണി 10:30 മാക്സിമം 11 മണി വരെ ഞാൻ നിൽക്കുകയുള്ളൂ. 11 മണീൻ്റെ ഉള്ളിൽ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരും. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ചെയ്യുന്ന ജോലിയല്ല, ഇരുന്നിട്ട് ചെയ്യുന്ന ജോലിക്ക് ടെൻഷനുണ്ട്. ബട്ട് ഞാനിങ്ങനെ ചില സമയത്ത് ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ 1 മണിക്കൂർ ട്രെയിനിൽ ഭയങ്കര റഷായിട്ടുള്ള ട്രെയിനിൽ യാത്ര ചെയ്താണ് ഞാൻ ഇവിടെ എത്തുന്നത്. സോ എങ്ങനെ പോയാലും ടയേർഡാണ്. എനിക്കിപ്പം 11 മണി ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഞാൻ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യില്ല. ഞാൻ അവിടെ സൈഡിൽ ഫോൺ വെച്ച് ഞാൻ കിടന്നുറങ്ങുകയാണ് ചെയ്യുക. അപ്പം എന്താ പറയുക, ചിലപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളതുണ്ടാവും, ഡ്രസ്സ് കാര്യങ്ങളൊന്നും അടുക്കി ഒതുക്കി നീറ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതെൻ്റെ വീഡിയോയിൽ കാണാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ ഉറക്കത്തിനാണ്, എൻ്റെ ബോഡിക്കാണ്. കാര്യം ഓൾറെഡി ഞാൻ ഫിസിക്കലി ഞാൻ വീക്കാണ്. സോ ഞാൻ അവിടെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ഉറങ്ങാതെ ഇതിനെല്ലാം ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പിറ്റേന്ന് എണീക്കുമ്പം
എൻ്റെ ബോഡി വീക്കായിരിക്കും, എൻ്റെ മൈൻഡ് ശരിയായിരിക്കില്ല, എനിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല, ഫോക്കസ് ഇല്ലായ്മയൊക്കെ വരും. അപ്പോൾ അങ്ങനെ പല ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ സമയത്തിന് ഫുഡ് കഴിക്കും, സമയത്തിന് ഉറങ്ങും. ഇതിനാണ് എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. മാക്സിമം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കും, ഉറങ്ങാനും നോക്കും. ഒരു 7-8 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങാനും നോക്കും. ഇത് രണ്ടും ഇല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. പിറ്റേന്ന് എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, വിശപ്പ് കൂടുക, അങ്ങനത്തെ, പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡാവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഞാൻ ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പല വീഡിയോസും ഇൻസ്റ്റഗ്രാമിലുള്ള യൂട്യൂബിലുള്ള പല കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ മട്ടിപ്പുള്ളി വീഡിയോ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ തനി മലയാളിയൊക്കെ പുള്ളിക്കാരത്തിൻ്റെ ഒരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ തോന്നാറുണ്ട്. പക്ഷെ ജഗതി ചേട്ടൻ പറയുന്ന പോലെ അല്ലെങ്കിൽ വേണ്ട, നാളെ ആവട്ടെ. ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഉള്ളിലൊരു തോട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ ഈ പറയുന്നതൊന്നും എനിക്ക് ഇൻസ്പിറേഷനിലാണോ മോട്ടിവേഷനിലാണോ എന്ന് യാതൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്ന തോട്ട്സ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത് ചിലപ്പം ആ ഒരു മോട്ടിവേഷണൽ ബെഞ്ച് മാർക്കിൻ്റെ അടുത്ത് ഈ ഒരു വീഡിയോ വരുന്നവരുണ്ടാവില്ല. ബട്ട് ഇതിലെനിക്ക് നിങ്ങളോടൊരു മെസ്സേജ് പറയാനുണ്ട്. അത് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ സെൽഫ് ഡൗട്ട് ചെയ്യും, അയ്യോ ഞാൻ അതുപോലെ നല്ലല്ലോ ജീവിക്കുന്നു, എൻ്റെ ലൈഫ് ഭയങ്കര മെസ്സി ആണല്ലോ, എൻ്റെ ലൈഫ് അൺഓർഗനൈസ്ഡ് ആണല്ലോ, ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ, എനിക്ക് എന്താ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ തോന്നാത്തത്, എനിക്ക് എന്തായാലുള്ള ചിന്തയില്ലാത്തത്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി യു ഗോ ഫോർ ദാറ്റ്. കാര്യം നിങ്ങൾക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോലും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ ഒരു ദിവസം പോകും. പക്ഷെ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ബേർഡനാണ്. ലൈക്ക് എക്സ്ട്രാ ബേർഡൻ ഇൻ ദ സെൻസ് എന്നെ സംബന്ധിച്ച്, എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു എക്സ്ട്രാ ബേർഡനാണ്. ചില ആൾക്കാർ ഇത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടാവും. അതായത് OCD ആൾക്കാർക്ക്, അല്ലെങ്കിൽ വീടും സ്ഥലവും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണമെന്നുള്ള ആൾക്കാരൊക്കെ അവർ എൻജോയ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അവർ എത്ര ഫെഡപ്പ് ആയാലും എത്ര ടയർഡായാലും അവർ ഇതിനായിട്ടൊരു സമയം മാറ്റി വെക്കും. ഇപ്പം അടുക്കളൊക്കെ ആണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെക്കുക, പിന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുക. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് തുണികളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നതല്ല. ഒരുപാട് ഡിസിപ്ലിൻ്റെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിന് സ്കൂളിൽ ചെല്ലുക, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ കറക്റ്റ് കേൾക്കുക, അറ്റൻഡൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ സമയത്തെ ക്ലാസ്സിൽ കയറുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ടീച്ചേഴ്സ് സ്കൂളിലൊരു റൂൾസ് ആൻഡ് എന്താ പറയുക റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കറക്റ്റ് ഒബേ ചെയ്യുക. അപ്പോൾ അത് സ്കൂളിലുള്ളൊരു ഡിസിപ്ലിനാണ്, സ്കൂൾ ഡിസിപ്ലിനാണ്. അതുപോലെ കോളേജിലും ഡിസിപ്ലിൻ ഉണ്ടാകും. അപ്പോൾ അത് ഒരു സെപ്പറേറ്റ് കാറ്റഗറി. പിന്നെ നമ്മുടെ ലൈഫിലെ ഡിസിപ്ലിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എണീക്കുക. അതായത് എണീച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ നേരത്തെ എണീച്ചിട്ട് ഒരു ടൈമിൽ എണീക്കുക. ഇപ്പോൾ 6 മണിക്ക് എണീക്കുന്നതാണെങ്കിൽ റെഗുലർലി 6 മണിക്ക് എണീക്കുക. എണീച്ച ഉടനെ 1 മണിക്കൂർ നമ്മൾ സ്ക്രീൻ ടൈം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. എണീച്ച ഉടനെ ഫോൺ നോക്കാണ്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ബുക്ക് വായിക്കുക. അതിന് ശേഷം നമ്മൾ ബാക്ക് ടു വർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. പിന്നെ ഉറങ്ങാൻ നേരത്താണെങ്കിൽ തന്നെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് സ്ക്രീൻ ടൈം കുറച്ചിട്ട് നേരത്തെ കിടക്കുക, ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിനാണ്. പിന്നെ നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുക, നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക, യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ബുക്സ് റീഡ് ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് വീടും പരിസരം മാത്രം വൃത്തിയാക്കി വെക്കുന്നതല്ല ഡിസിപ്ലിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടുള്ള അറിവ് വെച്ചിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ഡിസിപ്ലിനാണ്. അപ്പോൾ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സെൽഫ് കൺട്രോൾ, നമ്മുടെ ഇമോഷൻസിനെ സെൽഫ് കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് അതെന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, അതുപോലെ തന്നെ ഫീലിങ്സ്, അതൊക്കെ നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ദേഷ്യം വന്നു, അപ്പോൾ ആ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ 2 രീതിയുണ്ട്. ചില ആൾക്കാർ എങ്ങനെയാണോ അവരുടെ അടുത്ത് സംസാരിച്ച് അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ സംസാരിച്ച്, അതായത് വലിയ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാണ്ട് സൈലൻ്റായിട്ട് കാമായിട്ട് കൂളായിട്ട് അതിനെ ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ ഓഫീസിലൊരു സംഭവം ഉണ്ടായി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതെങ്ങനെ പറയാനേ അറിയില്ല. എനിക്കിത് കേൾക്കുമ്പോൾ ചിലപ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്താണ് ശരിയാണെന്ന് എനിക്ക് തോന്നും. ഓഫീസിലൊരു മാനേജറുണ്ട്, HR മാനേജർ. അപ്പോൾ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത്, ഓൾറെഡി എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ ഞാൻ മാത്രമാണ് QC ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. എൻ്റെ കൂടെയുള്ള കൊളീഗൊക്കെ പോയി, അവർക്ക് നല്ല വേറെ ജോബ് കിട്ടിയപ്പോൾ അവർ പോയി. ഇപ്പോൾ ഞാൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി ചെയ്യണം, ആളുടെ ജോലിയും ചെയ്യണം. ഡബിൾ ഡ്യൂട്ടിയാണ് എനിക്ക്. അത് അത്രയും വർക്ക് ലോഡ് കൂടുതലാണ്.
സോ ആൾ വന്നിട്ട് ഒരു 6-7 CO റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതിനും അയാൾ എന്തൊക്കെയോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ പോകുന്നതിൻ്റെ ടൈമിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ അയാളോട് മാന്യമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു, എനിക്കിത് പറ്റില്ല, ഞാൻ കറക്റ്റ് 6:30 ഞാൻ ഇറങ്ങും, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൂടുതൽ പറയണം നിങ്ങൾക്ക് സാറിൻ്റെ അടുത്ത് MD അടുത്ത് പോയി പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ഇങ്ങനെയല്ല പറഞ്ഞത്, എൻ്റെ ടോണിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം ഓൾറെഡി ഞാൻ എൻ്റെ പണി ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ പണിയൊക്കെ പെൻഡിങ് ആണ്. അത് എൻ്റെ പണി മാറ്റി വെച്ചിട്ടാണ് ഞാൻ വേറൊരാളെ പണി ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ടോണിലൊക്കെ ചെറിയൊരു എന്താ പറയുക, ഒരു വേരിയേഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ 2 രീതിയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ കയ്യിലാണ്. ഒരാൾ ഡിസിപ്ലിൻ ആണോ അല്ലയോ എന്നതിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ എന്നതിനെ ഒരാൾ ഡിസിപ്ലിൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജീവിച്ച് വന്ന ജീവിത രീതി, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല്, ആളുടെ പേഴ്സണാലിറ്റി ഇൻഹിബിഷൻ, ബിഹേവിയർ പാറ്റേൺസ്, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് മാൻഡേറ്ററി ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇത് മൊത്തം, ഞാൻ ഈ പറഞ്ഞത് മൊത്തം. അപ്പം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിരന്തരം, അതായത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ, പ്രൊഡക്റ്റീവായിട്ടിരിക്കാനുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളെ തന്നെ ഇങ്ങനെ നിരന്തരം കമ്പയർ ചെയ്യുകയും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യണം, അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്ത് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഉടനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണുള്ള സമയം വരിക ആ സമയത്ത് ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മളിപ്പോൾ ആര് വന്നിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ വന്നിട്ട് അൺഓർഗനൈസ്ഡ് ആയൊരു പേഴ്സൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളിങ്ങനെ ചെയ്തില്ല, നിങ്ങളിങ്ങനെ ചെയ്യാത്ത വളരെ മോശമാണ്, നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്തില്ല എന്നൊന്നും പറയാനായിട്ട് യാതൊരു റൈറ്റ്സും ഇല്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. അതുപോലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളടുത്ത് പോയിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അടുക്കി പെറുക്കി എപ്പോഴും ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ചോദിക്കാൻ ആൾക്കും റൈറ്റ് ഇല്ല. അപ്പോൾ അത് 2 പേരും എന്താ പറയുക, രണ്ടും 2 കോണ്ടെക്സ്റ്റാണ്. രണ്ടാളുടെ ചോയ്സ് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ പല ആൾക്കാരും പറയുന്നത് നല്ല രീതിയിൽ ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ലൈഫിൽ അവരൊന്നും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും എവിടെയും എത്തിയിട്ടില്ലെങ്കിലും അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സക്സസ്സിലെത്തുന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം സത്യം ഉണ്ടെന്നൊക്കെ, മേ ബി ട്രൂ ആയിരിക്കും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനും മാക്സിമം അതിനായിട്ട് ശ്രമിക്കാറുണ്ട്, കുറച്ചൊക്കെ. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയുമ്പോൾ എത്രത്തോളം അത് ശരിയാണ് തെറ്റാണ് എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഫേക്ക് ആവാൻ നോക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേണം ഇതൊക്കെ മറച്ച് വെച്ച് എന്താ പറയുക, ഞാനൊരു ഓർഗനൈസ്ഡ് പേഴ്സണാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ വേണം നിങ്ങളുടെ അടുത്ത് കള്ളം പറയാം. അതിൻ്റെ ആവശ്യം എന്താ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം അങ്ങനെ തോന്നിയിട്ട് നമുക്കങ്ങനെ നമ്മൾ കള്ളത്തരത്തിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റോറീസ് ആണെങ്കിലും വിജയമാണെങ്കിലും അത് അധികകാലം നിൽക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ നമുക്ക് റിയൽ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ളൊരു പേഴ്സണാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ലൈഫിൽ ഞാൻ ചിലപ്പം പക്ക ഒരു ഓർഗനൈസ്ഡ് പേഴ്സണായിട്ട് മാറിയേക്കാം, ബട്ട് അതിനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ. കാര്യം പല ആൾക്കാരും പറയുന്നുണ്ട് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, മെസ്സി ആയിട്ടുള്ള പേഴ്സണൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ. അവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പാഷൻ ഉണ്ടാവും, പാട്ട് പാടുന്നത്, ഡാൻസ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ളത്, അതായത് വരയ്ക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ചെറുതായിട്ട് പാടുന്ന കൂട്ടത്തിലാണ്. അതൊരു ക്രിയേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്, ഐ ഡോണ്ട് നോ. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഇത്രേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ക്രിയേറ്റീവ് അല്ല, നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റീവ് എന്നല്ല, നിങ്ങളുടെ ലൈഫ് അൺഓർഗനൈസ്ഡ് ആണ്, ഓർഗനൈസ്ഡ് അല്ല. എനിക്ക് നല്ലൊരു ലിവിങ് റൂം ഇല്ല, എൻ്റെ റൂമൊക്കെ കാണാൻ അതുപോലെയല്ല, എൻ്റെ വീട് അതുപോലെയല്ല, എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമുക്ക് പറ്റും. അവരുടെ ലൈഫ് അതൊക്കെ നമുക്ക് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അങ്ങനെയാണ്, അവർ ഷോക്കേസ് ചെയ്യുന്ന അങ്ങനെയാണ്, അത് അവരുടെ ചോയ്സാണ്, അവരുടെ പ്രയോറിറ്റിയാണ്. സോ അത് അവരതുപോലെ ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണോ പറ്റുക, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുക. അത് നമ്മളങ്ങനെ ചെയ്ത് ഗ്രാജുവലി നമ്മളും അതുപോലെ ആയില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളാവും. അപ്പോൾ അത് കാണാനും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും കുറേ ആൾക്കാരുണ്ടാവുന്നേ. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് തുടങ്ങുമ്പം കുറേ ആൾക്കാരിലേക്ക് എത്തുന്നു, പൈസ കിട്ടുന്നു. അതൊക്കെ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അതിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുറച്ചൊരു ഫിനാൻഷ്യലി അതിന് കുറച്ച് സഹായം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് അതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിങ്ങനെ ഒരു
ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്നേഹമാണ്. പണത്തിനേക്കാട്ടിലും കൂടുതൽ ഒരു പടി എനിക്ക് ഭയങ്കര ഒരു ലഹരി തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആൾക്കാരുടെ സ്നേഹവും പരിഗണനയാണ്. അത് നമ്മൾ ഒരിക്കലും അറിയാത്ത, അതായത് നമ്മൾക്ക് ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളുടെ അടുത്ത് ഭയങ്കര കമ്പനി ആവുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളെ ചേർക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മളെ സ്നേഹിക്കുന്നു. ഒരുപാട് ദൂരെ നിന്നിരുന്ന് അവർ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു. അതിൽ പരം വേറെ എന്താണ് വേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ആൾക്കാരുടെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും അടിയിൽ വരുന്ന കമൻസൊക്കെ കാണുമ്പോൾ സത്യമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കും ഹൗ ലക്കി ദേ ആർ എന്നുള്ളത്, അല്ലേ? കാര്യം നമ്മൾക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ലൈഫിൽ പിന്നീട് നമ്മുടെ എല്ലാമായിട്ടുള്ള ഫാമിലി ആയിട്ട് മാറുന്നത്. ജസ്റ്റ് ഒരു വ്യൂവേഴ്സ് ആൻഡ് ഓഡിയൻസ് മാത്രമല്ല, ഒരു ഫാമിലി പോലെ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഫോണ് താഴെ പോയേനെ, എൻ്റെ ആംഗ്യം കൊണ്ട് ഫോണിപ്പോൾ താഴെ പോയേനെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇൻ ഷോർട്ട് ഞാൻ ഇത്രയേ പറയാൻ ആഗ്രഹിക്കുന്ന സമപ്പ് ചെയ്ത് ഞാൻ പറയാം. നിങ്ങളുടെ ലൈഫ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലല്ല പോകുന്നതെങ്കിൽ ഡോണ്ട് ഫീൽ യു ഗൈസ് ബാഡ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പം നിങ്ങൾ ചെറുതായി കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്യുക. അതായത് ഒരു ലിസ്റ്റ് എഴുതി വെക്കുക. ലിസ്റ്റ് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ രാവിലെ എണീക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊരു കറക്റ്റ് ഒരു ടൈം, ഇപ്പോൾ 6 മണിയോ 6:30 ഒക്കെ വെച്ചിട്ട് ഒരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ എണീക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഡിസിപ്ലിൻ ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക. വർക്ക് സ്പേസിൽ കൊണ്ടുവരേണ്ട ഡിസിപ്ലിൻ ആണെങ്കിൽ അത് അങ്ങനെ ഫോളോ ചെയ്യുക. ഇമോഷണലി ഡിസിപ്ലിൻ ഒക്കെ ഉണ്ട്. സോ അതാണെങ്കിൽ അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് അത് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാന്നുള്ളതല്ല. ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യാം. പയ്യെ തിന്നാൽ പരിയും തിന്നാന്ന് പറയുന്നില്ല, അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട്, ഇതുപോലെ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതല്ല, ഇതിലും അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള പല വീഡിയോസും കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെടാണ്ട് ചെറിയൊരു സ്റ്റെപ്പ് എടുത്ത് ഇനീഷ്യേറ്റീവ് നമ്മൾ തുടങ്ങി വെക്കുക എന്നുള്ളതാണ്, ഇനീഷ്യേഷൻ തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചച്ചാ ബൈ. ദിസ് ഇസ് അർച്ചന signing from Little Talks with Archana. Bye. Ta-ta.